ഹേ ഗൈസ്, അപ്പോൾ നമ്മുടെ പള്ളിയിലെ ഒരു പ്രോഗ്രാമാണ് മാസയോഗം എന്നൊക്കെ പറയും. ക്രിസ്ത്യൻസ് കൂടുതൽ അറിയാൻ പറ്റും അത്. അപ്പം പിറ്റേ ദിവസമാണ്. അപ്പം നമ്മൾ തലേ ദിവസം നൈറ്റ് വന്നിട്ട് ആവശ്യമായിട്ടുള്ള സാധനങ്ങളൊക്കെ അരിഞ്ഞ് ഫുഡൊക്കെ നമ്മൾ തന്നെയാണ് ഉണ്ടാക്കി കൊടുക്കുന്നത്. അപ്പം അതിനാവശ്യമായിട്ടുള്ള സംഭവങ്ങളൊക്കെ കുറേ പേര്, ഒരു 19 പേരുണ്ടായിരുന്നു. അപ്പം അതിന് വേണ്ടിയുള്ള ഫുഡിന് സംഭവങ്ങളൊക്കെ അരിയാണ്. അപ്പോൾ ആൻറ്റി നല്ല ചൂട് ചായയൊക്കെ കൊണ്ടുവന്നു. അപ്പോൾ ഞങ്ങളത് കുടിച്ചിട്ട് ഫ്രഷ് ആയിട്ട് തുടങ്ങാമെന്ന് വെച്ചു. എന്നിട്ട് ഞങ്ങൾ പണിയൊന്നും ചെയ്തിട്ടില്ല. പിള്ളേരൊക്കെ ഭയങ്കര കളിയായിരുന്നു. ഇവിടെ ആൻറ്റിമാരും ചേച്ചിമാരൊക്കെ ആയിട്ട് അരിഞ്ഞ് പെറുക്കി ഓരോ സംഭവങ്ങളൊക്കെ വെക്കുമായിരുന്നു. എന്നിട്ട് നാളത്തേക്ക് വേണ്ട സാമ്പാറിനാണോ എന്തിനാണെന്നറിയില്ല, കുറേ പച്ചക്കറികളൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ അരിയുമായിരുന്നു. എന്നിട്ട് ഇന്ന് രാത്രി ഞങ്ങൾ എല്ലാവർക്കും കൂടെ കപ്പ കഴിക്കാൻ വേണ്ടിയിട്ട് രാത്രി ഒരു 9-9:30 കഴിഞ്ഞു ഈ സംഭവം കഴിഞ്ഞപ്പം. അപ്പോൾ രാത്രിത്തേക്ക് ഫുഡ് വേണമല്ലോ, അപ്പോൾ അതിന് വേണ്ടി കപ്പ ഉണ്ടാക്കുവാണ്. അപ്പോൾ കപ്പ കഴുകി വാരി എടുത്തു. അപ്പോഴത്തേക്കും ഞങ്ങൾ കീബോർഡ് അവിടെ ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ പിള്ളേരെല്ലാവരും കൂടെ ഏബലിന് കീബോർഡ് വായിക്കാൻ നന്നായിട്ട് അറിയാം. അപ്പോൾ ഞങ്ങളൊക്കെ ചുമ്മാ കേൾപ്പിക്കുകയോ ഞങ്ങൾ ചുമ്മാ പഠിക്കുകയൊക്കെ ആയിരുന്നു. അപ്പോൾ ഞങ്ങൾ സ്നാപ്പ് എന്ന് പറഞ്ഞൊരു പാട്ട് ഇങ്ങനെ ചുമ്മാ ഇത് ചെയ്ത് നോക്കി, പഠിച്ച് ചെയ്യാൻ നോക്കി. എന്നിട്ട് ഞങ്ങൾ ഇങ്ങനെ വന്നിട്ട് ചുമ്മാ ക്രിസ്ത്യൻ സോങ് ഒക്കെ കരോക്കെ വെച്ചിട്ട് പാടാനൊക്കെ റെഡിയായിട്ട് നിൽക്കുമായിരുന്നു. കുറേ പാടുമൊക്കെ ചെയ്തിട്ടോ കുറേ നേരം ഞങ്ങളിവിടെ പാട്ട് പാടി ഇതാക്കിയപ്പോൾ അവർ കഴിക്കാനുള്ള ഫുഡൊക്കെ റെഡിയായി. അതിനുശേഷം നാളെ വരുന്ന ആൾക്കാർക്ക് ഇരിക്കാനായിട്ടുള്ള കസാര കൊണ്ടുപോകുന്നു. അപ്പം ഞങ്ങളത് എല്ലാവരും കൂടെ എടുത്തിട്ട് പോകണം. അതിനിടയ്ക്ക് ഭയങ്കര കോമഡിയൊക്കെ നടന്നിട്ടോ. അപ്പോൾ ഇത്രയും അന്നത്തെ നൈറ്റ് എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഗൈസ് രാവിലെ നമ്മളൊരു 6:15 ആയിട്ട് വന്നിട്ട് നമ്മൾ ഫുഡൊക്കെ ഉണ്ടാക്കി. ബിക്കോസ് 10 മണിയാകുമ്പോഴത്തേക്കിനും നമ്മുടെ പ്രോഗ്രാം തുടങ്ങും. അപ്പം എനിക്ക് ഇന്ന് വീഡിയോയേ എടുക്കാൻ പറ്റിയില്ല. ഫുള്ള് പ്രോഗ്രാം കഴിഞ്ഞ് ആൾക്കാർക്ക് ഇന്ന് വേഗം ഫുഡ് കൊടുക്കണം എന്നുള്ള തിരക്കായി പോയി. പെട്ടെന്ന് അതും എടുത്തുകൊണ്ട് വന്ന് പ്ലേറ്റ് എടുത്തുകൊണ്ട് വന്ന് താഴേന്ന് പള്ളിയിലോട്ട് സംഭവങ്ങളൊക്കെ എടുത്തുകൊണ്ട് പോയിട്ട് ഫുള്ള് തിരക്കാതെ വീഡിയോ എടുക്കാൻ ആരുവേ ഓർത്തില്ല. എനിക്കതുകൊണ്ട് ഭയങ്കര വിഷമമായിപ്പോയി. ഞാൻ വീഡിയോ എടുക്കണം എന്ന് പറഞ്ഞാൽ നല്ലൊരു കണ്ടൻറ്റായിട്ട് ഞാൻ ഇത് വെച്ചിരുന്നതാണ്. ഇതെല്ലാം പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ നമ്മളിത് ഷട്ടിൽ കളിക്കുന്ന സ്ഥലമാണ് കേട്ടോ. ഇത് നമ്മൾ തോരൻ ഇടയ്ക്കിടയ്ക്ക് കുറച്ച് ക്ലിപ്പൊക്കെ എടുത്തിട്ടോ, അത് വെച്ച് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തിടാം. മാക്സിമം നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യുക ഗൈസ്. അപ്പം നമ്മൾ തോരൻ ഉണ്ടാക്കി. ആക്ച്വലി ഇത് കപ്പളങ്ങ ഓമയ്ക്ക തോരനാണ്, പക്ഷെ കണ്ടുകഴിഞ്ഞാൽ ക്യാബേജ് തോരനാണെന്നേ പറയുള്ളൂ. ആ ക്യാരറ്റൊക്കെ ഇട്ടുണ്ടാക്കിയോണ്ട് കിടിലൻ ടേസ്റ്റ് ആയിരുന്നു. ആദ്യം മീൻകറിയൊക്കെ വെച്ചത് നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. എല്ലാ കറിയും സൂപ്പറായിരുന്നു. പിന്നെ നമ്മൾ രാവിലെ എല്ലാവരും കൂടെ ഈ ക്രീം തണ്ട് കഴിച്ചു. നല്ല വിശപ്പായിരുന്നു. എന്നിട്ട് കാര്യങ്ങളൊക്കെ ഞങ്ങൾ ചുമ്മാ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. പുതിനയിലെ കട്ടൻ ചായയൊക്കെ ഞങ്ങൾ കുടിച്ചുകൊണ്ട് ആൻറ്റി നല്ല കിഡിട്ടുണ്ടാക്കി തന്നൊരു ടൂത്ത് പേസ്റ്റ് വിക്സ് എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടുള്ളൊരു ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ആൻറ്റി. അപ്പോൾ ഇത് കുഞ്ഞൂട്ടനാണ്.